CPM-ന്റെ ഭരണകാലത്ത് നടന്നിരുന്ന ഇത്തരം അഴിമതികൾ. അതായത് സ്വന്തം MLA-ക്ക് വേണ്ടിയിട്ട് അവര് ഒരു 35,000 രൂപയുടെ ഒരു കെട്ടിടം വെറും 872 രൂപക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അത് തന്നെ വാടക കൊടുക്കാറില്ല. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് പാതി പോയി കണ്ട 5-6 മാസം വാടക ഒരുമിച്ച് അടച്ചത് എന്ന് പറഞ്ഞാൽ വാടകയും കൊടുക്കാറില്ല. അപ്പൊ വാടക കൊടുക്കാതെ 832 രൂപക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു കെട്ടിടം പ്രശാന്ത് MLA കൈവശപ്പെടുത്തിയപ്പോൾ ഇതേപോലെ എത്രയെത്ര കെട്ടിടങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ട്. ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് CPM-ന്റെ കപട മുഖം വെളിപ്പെടുത്തുന്നത്. CPM-ന്റെ അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന CPM-ന്റെ പ്രവർത്തനങ്ങളാകെ പുറത്തു വരാൻ തുടങ്ങി. അവസാനം ഇതാ ഏറ്റവും പുതിയ വാർത്ത, പ്രശാന്ത് അത് ഒഴിയുകയാണ്. പ്രശാന്ത് ഒഴിഞ്ഞു പോവുകയാണ്. അയ്യോ, കൂടുതൽ ഉപദ്രവിക്കരുത്, ഞാൻ പോയിക്കോളാമേ എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് മുമ്പിൽ CPM മുട്ടുകുത്തുന്നു. ആ കാഴ്ചയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തുടക്കമാണ്. അതായത് കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ആകെ ഒരു 100 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ 100 ദിവസത്തിനിടയിൽ CPM എത്രമാത്രം BJP-യെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ BJP വളരെ കൃത്യമായി CPM-ന്റെ എല്ലാ കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളും മനസ്സിലാക്കിയ പാർട്ടിയാണ് BJP. അപ്പം ശ്രീലേഖ എന്ന് പറയുന്ന ഇന്നലെ BJP-യിലേക്ക് ചേർന്ന അല്ലെങ്കിൽ BJP-യുടെ ഒരു പുതുമുഖമായ ശ്രീലേഖ പോലും ഏത് രീതിയിലാണ് CPM-നെ വിറപ്പിച്ചത് എന്ന് നമ്മൾ കാണുകയാണ് കേട്ടോ. അതായത് പ്രശാന്ത് അവിടുന്ന് ഓഫീസ് മാറുകയാണ്.